ഈ പ്ലേറ്റ് മതി എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരും ഓരോ മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ സീരിയൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 1, 2, 3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, രേഖാ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം പെട്ടെന്ന് എന്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതിന്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ട്രൈ ചെയ്തത്. ജെക്കരു വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ തോന്നുന്നു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേഖാ രതീഷിൻ്റെ. അപ്പോൾ അവർ പിണറായി വിജയന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കംപ്ലൈൻറ്റ്, അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി അവരുടെ ഒരു കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ അതിനകത്ത് ചില യൂട്യൂബർമാർക്കെതിരെ എന്നാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ യൂട്യൂബർമാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ. ഇപ്പോൾ അവർ യൂട്യൂബർമാരുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില യൂട്യൂബർമാരെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പ്രതിക്കൂട്ടിൽ കയറ്റും ചില ആൾക്കാർ. അതായത് ഇപ്പോൾ യൂട്യൂബർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ്റം യൂട്യൂബർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. അതിൽ പേരെടുത്ത് പറയാതെ ഈ ഒരു കേസ് എവിടെയും എത്തില്ല. അവർക്ക് നീതി കിട്ടണമെങ്കിൽ ആരാണോ അതിന് ഉത്തരവാദി അയാളുടെ പേര് വെളിപ്പെടുത്തുക തന്നെ വേണം. ഫൈനലി പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ ഒരു റിയാക്ഷനുമാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തവർക്കായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അതായത് രേഖാ രതീഷ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ആദ്യം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇപ്പോൾ ഇവർ ആരംഭിക്കാൻ പോകുന്നത് ബിസിനസ് ആണെന്നുള്ള ഒരു രൂപമൊന്നും നമുക്ക് അതിനകത്ത് ആ വീഡിയോക്കകത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇത്രയും നാളത്തെ എൻ്റെ ഒരു സംഭവം കാര്യങ്ങൾ. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുക. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. ഇതാണ് അവർ ഫസ്റ്റ് പ്ലേ ചെയ്ത വീഡിയോ. ഇതിൽ നിന്നാണ് സംശയത്തിൻ്റെ വിത്തുകൾ എല്ലാവരിലേക്കും പാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി 3 കല്യാണം കഴിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആയിട്ടുണ്ട്. അതിൽ ഒരു കല്യാണം കഴിച്ചത് അത് ഹസ്ബൻഡ് മരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 4 കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുക ഇവർ 5ാം കല്യാണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറേ ആൾക്കാർ എടുത്തിട്ട് വിമർശിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവർ 5 കല്യാണം 6 കല്യാണം 7 കല്യാണം എത്ര കല്യാണം കഴിച്ചാലും ഇവർക്കൊക്കെ എന്താണ് കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ആണ്. അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അലക്കി പൊളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് അലക്കി പൊളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെതിരാണ് രംഗത്ത് വന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സംശയമാണ് എല്ലാത്തിനും കാരണം. അത് പിന്നെ തന്നെ അവർ ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടതിൽ അതെന്താണ് സംഭവം എന്നുള്ളത് അവരവിടെ തുറന്ന് കാണിച്ചു. അവരൊരു കാഞ്ചീപുരം, അതായത് അവർ സാരി പർച്ചേസ് ചെയ്യാൻ പോകുന്നതും അതിൻ്റെ വീഡിയോസ് അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആ സംശയം അവിടെ തീർന്നു. പക്ഷേ ആ ഫസ്റ്റ് വീഡിയോ വന്നതിന് ശേഷം ഇവരെ വെച്ചിട്ട് ചർച്ച ചെയ്തവന്മാരുടെ കണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 2ാമത്തെ വീഡിയോ വന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം 3ാമത്തെ വീഡിയോ ഇറക്കിയത് കരഞ്ഞുകൊണ്ടാണ്. ഇവർക്കൊരു മകനുണ്ട്. അപ്പോൾ ആ മകൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ആള് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ പറഞ്ഞു വസ്ത്രം മാറുന്ന പോലെയാണ് ഒരു വിവാഹം കഴിക്കുന്നതെന്ന്. സോ അത് കേട്ടപ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരിക്കലും ഒരാളെ പറ്റിയിട്ട്. അയാളുടെ ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഇപ്പോൾ ഡിവോഴ്സ് ആഘോഷിക്കുന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷേ അതൊരു ട്രോമയാണ്. ഈ ഡിവോഴ്സിൻ്റെ ആ ഒരു വേലിക്കെട്ടിലൂടെ കടന്നുപോയവർക്ക് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതൊന്നും പുറത്തുനിന്ന് കാണുന്നവർക്ക്
അതൊന്നും മനസ്സിലാവാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിവോഴ്സ്. അതായത് നമുക്ക് ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലവർ എന്താ പറയുക സൂയിസ് അറ്റംപ്റ്റിൽ വരെ എത്താം. അപ്പം നമുക്കിങ്ങനെ ചുമ്മാ പറയാം ഡ്രസ്സ് മാറുന്ന പോലെ കല്യാണം കഴിക്കണമെന്നൊക്കെ. അപ്പോൾ അയാൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഇവർക്ക് വിഷമായിട്ടുള്ളത്. അപ്പോൾ ഓരോ ലൈഫും ഓരോരുത്തർക്ക് വിലപ്പെട്ടതാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ പുതിയതായിട്ടിട്ട ആ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ അപ്പോൾ ഇവർ ഇത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കരഞ്ഞുകൊണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ അത് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ എല്ലാവരും പരക്കെ പറഞ്ഞിരുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, ആ യൂട്യൂബർമാർ ആരാണ് എന്നുണ്ടെങ്കിൽ ആ യൂട്യൂബർമാരുടെ പേര് പറയാ എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആ പേര് പറയാതെ ഇവർ കരയുന്ന ഒരു വീഡിയോ ആണ്, കരഞ്ഞ് സങ്കടം പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കരുത് എന്നുള്ളൊരു എന്നിട്ട് പറയുക അപേക്ഷയുടെ സ്വരമൊക്കെ ആയിരുന്നു അതിനകത്ത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് യൂട്യൂബർമാരാണ്. അപ്പോൾ ഈ യൂട്യൂബർമാർ ഒരു പറ്റം യൂട്യൂബർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ട്രോള് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ഏത് ചാനലിനെതിരെ നമ്മൾ കേസ് എടുക്കാൻ പറ്റും? ആരാണെങ്കിലും അവരുടെ പേര് വെളിപ്പെടുത്തിയാൽ മാത്രമേ അവർക്കെതിരെ നമുക്ക് എന്തെങ്കിലും നടപടികൾ എടുക്കാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻറ്റ് കൊടുത്താലും ആ കംപ്ലൈൻറ്റിൽ നമ്മൾ ആ പേര് രജിസ്റ്റർ ചെയ്യുക വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പേരൊക്കെ ആൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. ഒന്ന് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്. ഇവരുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന ചർച്ചകളാണ് അതിനകത്ത്. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ അവർ റിയാക്ട് ചെയ്തവരാണ്. ഓക്കെ, അവരെ അറിയാത്തവർക്കായിട്ട് അവരുടെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇപ്പൊ ഇവരാണ് എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരും ഓരോ മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ സീരിയൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു പേര് പറയാനായിട്ട് എപ്പോഴും പേടിയായിരിക്കും. പേടിയെന്ന് വെച്ചാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്താലും ഒക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് പറയുന്നതും ചെയ്യുന്നത്. നല്ലത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതിന്. എന്തായാലും പേര് പറയാൻ വെളിപ്പെടുത്താത്തത് അവരുടെ ചാൻസുകൾ നഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയുന്ന ഇവർക്ക് നല്ലൊരു 8ന്റെ പണി വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേരും അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം. ഓക്കെ, അതുപോലെ തന്നെ മറുനാടൻ മലയാളി സിനി ലൈഫ്, ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വിത്ത് പാകിയത്. മറുനാടൻ മലയാളിക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. കുറച്ച് ഈ പ്രമുഖ ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തിട്ട് വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പോൾ പൃഥ്വിരാജൊക്കെ കേസ് കൊടുത്തിട്ട് മറുനാടനെതിരെ കേസ് കൊടുത്തിട്ട് സുഖമായിട്ട് ഊരിപ്പോന്നിട്ടുള്ള ആൾക്കാരാണ്. സോ കേസ് കൊടുത്തിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല മറുനാടനെതിരെ. പിന്നെ സിനി ലൈഫ് അങ്ങനത്തെ ഈ മഞ്ഞപത്രം പോലത്തെ ഒരു സംഭവമാണ്. സോ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരുപാട് കേസുകൾ കുറേ ലേഡീസ് ആക്ട്രസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയാവും, അത്രേ ഉള്ളൂ. അവരുടെ കേസ് ഓൾറെഡി കോടതിയിൽ കുറേ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കേസും കൂടി കയറിപ്പോവും, അത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ സംസാരിക്കുന്നതും ശരിയല്ല. ഭാഗ്യകം അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിൽ വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത്. എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ.
അത് നമ്മൾ നേരത്തെ കാണിച്ച ആ 2 സ്ത്രീകൾ കുത്തിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന ആ സംഭവമാണ്. അത് കുറച്ച് ക്രൂവലായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സത്യാവസ്ഥ അറിയാതെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയിരിക്കും. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അങ്ങ് അറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ചൊരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ്. കക്കിരിയൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാമിലി വ്ളോഗൊന്നുമല്ല. അത് ഈ പറഞ്ഞ മാതിരി റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. അത് ഈ കോമഡി ലെവലിൽ റിയാക്ട് ചെയ്യുന്ന ഈ സർക്കാസം പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. എന്തായാലും അവനും ഒരു പണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കാം, അവനെ അറിയാത്തവർക്കായിട്ട് ഞാൻ അവൻ്റെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. കൊള്ളാം. ഇവരിതൊരു ഹോബിയാക്കി എടുത്തേക്കാണെന്നാ തോന്നണത്. ഡ്രസ്സ് മാറുന്ന ലാഘവത്തോടെയാണ് ഇവര് ഓരോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി അടുത്ത കല്യാണത്തിലേക്ക് പോണത്. എന്തായാലും ഒന്നുമില്ലടാ മോനെ, നിനക്കൊന്നുമില്ല. എന്തായാലും നിനക്കൊരു 8ൻ്റെ പണി വരുന്നുണ്ട്, നോക്കിയിരുന്നോ. അപ്പോൾ ബാക്കിയും കൂടി കേൾക്കാം നമുക്ക്. ആ ഒരു ഇവനെ പോലെയുള്ള ആൾക്കാരാണ് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കൂടി പേര് കളയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നമ്മളറിയാതെ അതെടുത്തിട്ട് വെച്ചിട്ട് അലക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് അത്ര നല്ല പരിപാടിയല്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഈ ഒരു വീഡിയോ നോക്കാം. ദയവേത് മനസ്സിലാക്കുക, ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും. മോശമായ തംബ്നെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ തകർക്കാനോ ശ്രമിക്കരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. അപ്പം എന്തായാലും രേഖ രതീഷ് നിങ്ങൾക്ക് നീതി കിട്ടട്ടെ. എന്തായാലും കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ആള്. അതിനിപ്പോൾ എന്ത് തന്നെയായാലും ഇനി ഇപ്പോൾ 2 രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ഒന്ന്, ഇവരുടെ ബിസിനസ് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മകൻ്റെ ആ വിഷയം. എനിക്കൊരു എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മുഖവിലയ്ക്ക് എടുക്കാറില്ല. ബട്ട് ഞാൻ പറയുന്നത് ഇതാണ്, ഒരാൾ പൊളിഞ്ഞിരിക്കുന്ന അങ്ങേറ്റം വേദനാജനകമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു അടി കിട്ടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കമൻറ്റുകൾ വരുമ്പോൾ ചിലപ്പോൾ അത് ആ ആൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത്ത് എപ്പോഴും സ്റ്റേബിളായിരിക്കണം എന്നില്ല. അത് ഇങ്ങനെ ഗ്രാഫ് പോലെ ഉയർന്നും താഴ്ന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ താഴ്ന്നിരിക്കുന്ന സമയത്ത് ഒരു നെഗോ ഇപ്പം നമ്മളെ കുറിച്ചിട്ടുള്ള മോശം പരാമർശങ്ങളോ വിവാദങ്ങളോ ചർച്ചകളൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്ന അയാളിൽ നിന്ന് നമ്മൾ എന്താ പറയുക, നമ്മളെക്കുറിച്ച് ഒരു പൊട്ട കാര്യങ്ങൾ കേൾക്കാൻ ഇടയാവാണ്. അപ്പോൾ അതും ഒരു ട്രോമയിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രേഖ രതീഷിൻ്റെ മകൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടി വന്നിട്ട് വിവാഹത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരാൾ മോശം രീതിയിൽ കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഈ മകനെ കുട്ടികൾ കളിയാക്കുമ്പോൾ ആ മകൻ വന്നിട്ട് അമ്മയോട് ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന വിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ബട്ട് എനിവേ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ, രേഖ രതീഷിന് നീതി ലഭിക്കട്ടെ. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.